ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായൊരു പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനമാകുന്ന മന്ന ഭക്ഷിക്കുവാൻ ദൈവം ഒരുക്കി തന്ന വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ ഏവരെയും ഈ മോർണിംഗ് മന്നയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇന്ന് നമുക്ക് നൽകുവാനുള്ളതായ മന്ന എന്താണെന്ന് കേൾക്കാം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് സാക്ഷീകരണത്തെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. എന്താണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം? പരിശുദ്ധാത്മാവ് സാക്ഷീകരണത്തെ ശക്തിപ്പെടുത്തും. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. അതിങ്ങനെ പറയുന്നു: അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു വന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് അവർ സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു വന്നു എന്നാണ് നമ്മളിവിടെ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാവിൻ്റെ ആ മഴയുടെ പരിശുദ്ധാത്മ വർഷത്തിൻ്റെ ഫലം എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചാൽ, ഉയർത്തെഴുന്നേറ്റപ്പെട്ട രക്ഷകന്റെ ആഹ്ലാദ വർത്തമാനം മനുഷ്യവാസമുള്ള ഭൂഭാഗങ്ങളിലൊക്കെ എത്തിക്കപ്പെടുകയായിരുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു. ഭൂമിയുടെ അറുതികൾ വരെ എത്തുവാൻ അവർ നിർബന്ധിതരായി. പരിശുദ്ധാത്മാവിനാൽ അവർ പ്രേരിതരായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ യാതൊന്നിലും അവർക്ക് പ്രശംസിക്കുവാൻ വകയുണ്ടായിരുന്നില്ല. അല്ലാതെ എന്തിലെങ്കിലും ആരെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ അവരതിനെ വിലക്കുകയും ചെയ്തിരുന്നു. യേശുവിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ അവർ സത്യം പ്രസ്താവിച്ചപ്പോൾ ദൂതിന്റെ ശക്തിക്ക് ഹൃദയങ്ങൾ കീഴടക്കപ്പെട്ടു. അനേകരെ ആ ദൂത് കീഴടക്കി. അങ്ങനെ സത്യം നിറഞ്ഞ, യേശു നിറഞ്ഞ ഒരു ദൂതായിരുന്നു അവർ നൽകിയത്. മാനസാന്തരപ്പെട്ടവർ നാനാഭാഗങ്ങളിൽ നിന്നും വന്നു, അല്ലെങ്കിൽ നാനാഭാഗങ്ങളിൽ നിന്നും അനേകർ മാനസാന്തരപ്പെട്ട് സഭയിൽ വരികയുണ്ടായി. വിശ്വാസികൾ വീണ്ടും വീണ്ടും അനേകർ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അമൂല്യമായ അന്വേഷിക്കുന്നവരായി മാറി. പാപികൾ ക്രിസ്ത്യാനികളുമായി ഒത്തുചേർന്നു. പാപികൾ മാനസാന്തരപ്പെട്ടവരുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. സുവിശേഷത്തിന്റെ ബദ്ധശത്രുക്കളായിരുന്നവർ സുവിശേഷത്തിന്റെ സംഘാടകരായി മാറി. ക്രിസ്തുവിന്റെ സ്വഭാവ സാദൃശ്യം വെളിപ്പെടുത്തുകയും അവിടുത്തെ രാജ്യ വിസ്തൃതിക്കായി അധ്വാനിക്കുകയും മാത്രമായിരുന്നു വിശ്വാസികളുടെ ഏക അഭിലാഷം. അവരുടെ അധ്വാനത്തിന് കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് പലരും കൂട്ടിച്ചേർക്കപ്പെട്ടു. അവർ വചനം സ്വീകരിച്ചു. അവരുടെ ഹൃദയങ്ങളെ സമാധാനവും ആനന്ദം കൊണ്ട് നിറച്ചു. പ്രത്യാശയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനായി അവർ അവരുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് സന്ദേശം നൂറുകണക്കിന് ആളുകൾ പ്രഖ്യാപിച്ചു. ഭീഷണി കൊണ്ട് അവരെ തടയുവാനോ നിരോധിക്കുവാനോ ആർക്കും കഴിഞ്ഞില്ല. കർത്താവ് അവരിലൂടെ സംസാരിച്ചു. അവർ ചെന്നിടത്തൊക്കെ രോഗികൾ സൗഖ്യമാക്കപ്പെടുകയും സാധുക്കൾ സുവിശേഷം ശ്രവിക്കുകയും ചെയ്തു. മനുഷ്യർ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് സ്വയം കീഴ്പ്പെടുമ്പോൾ ദൈവത്തിന് അവരിലൂടെ ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം ആദ്യ ശിഷ്യന്മാർക്കെന്ന പോലെ സത്യമായും ഇന്ന് നമുക്കും അവകാശപ്പെട്ടതാണ്. ദൈവം പെന്തക്കോസ്തിൽ രക്ഷയുടെ സുവിശേഷം കേട്ടവരിൽ എന്ന പോലെ ഇന്നും സ്ത്രീ പുരുഷന്മാരുടെ മേൽ ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ അയക്കും. ദൈവത്തിന്റെ ആത്മാവിനെ ആവശ്യമായവർക്കും ദൈവത്തിന്റെ വചനത്തെങ്കിൽ അവിടുത്തെ സ്വീകരിക്കുന്നവർക്കും എല്ലാം ദൈവത്തിന്റെ ആത്മാവും അവിടുത്തെ കൃപയും ഈ മണിക്കൂറിലും ലഭ്യമാണ്. ശ്രദ്ധിക്കാനുള്ള കാര്യം എന്തെന്നാൽ, ശിഷ്യന്മാരെല്ലാവരും തികഞ്ഞ ഐക്യത്തിൽ എത്തിച്ചേരുകയും ഉന്നത സ്ഥാനത്തിന് വേണ്ടിയുള്ള അവരുടെ ഇടയിലെ മത്സരം അവസാനിപ്പിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് എന്ന യാഥാർത്ഥ്യത്തെ അവർ തിരിച്ചറിഞ്ഞു. അവരെല്ലാവരും ഒരു മനസ്സുള്ളവരായിരുന്നു. അവരുടെ എല്ലാ ഭിന്നതകളും ദുരീകരിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധാത്മാവ് അവർക്ക് നൽകപ്പെട്ട ശേഷവും അവരെക്കുറിച്ചുള്ള സാക്ഷ്യം അതുതന്നെയായിരുന്നു. ഈ വാക്കുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്: വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ സാക്ഷീകരണത്തെ ശക്തിപ്പെടുത്തും. അഥവാ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന നമ്മുടെ ദൈവവേല കുറെ കൂടി ശക്തമായി ചെയ്യുവാൻ നമുക്കിടയായി തീരും. അങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തിയാൽ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയാണ് നരഭോജികളായിരുന്നവർ
മനുഷ്യ സ്നേഹികളായി മാറിയത്. ക്രിസ്ത്യാനിത്വത്തെ എതിർത്തിരുന്നവർ എങ്ങനെ അതിന്റെ വക്താക്കളെ മാറി, അവരെങ്ങനെ അതിന്റെ സംഘാടകരായി മാറി എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പക്ഷേ ഇതവർക്ക് പ്രാപിക്കുന്നതിന് അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നേരത്തെ അവര് തമ്മിൽ വലിയവരാണെന്നും തമ്മിലുള്ളതായ ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നു. അതവർ മാറ്റിവെച്ച് എല്ലാവരും ഒരേ താല്പര്യത്തിൽ, ഒരേ ആത്മാവിൽ, ഒരേ മനസ്സിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെങ്കിൽ ആ കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമുക്കും ഇന്ന് അവകാശപ്പെട്ടതാണ്. നമുക്കും അത് ലഭിക്കുവാൻ വഴിയുണ്ട്, മാർഗമുണ്ട്, അത് സാധ്യവുമാണ്. എന്നാൽ നമ്മളത് പ്രാപിച്ചെടുക്കുവാൻ നമ്മുടെ ഇടയിലുള്ളതായ ഭിന്നതകൾ നമുക്ക് തടസ്സമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി രക്ഷയുടെ സുവിശേഷം നമുക്ക് അനേകരിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ സാക്ഷീകരണത്തിൽ ഏർപ്പെടാം. ഓരോരുത്തരും അവരവരുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ശക്തിയോടെ ഈ ദൈവത്തിന്റെ വചനത്തെ സാക്ഷീകരിക്കുമ്പോൾ അന്നുണ്ടായതിനേക്കാൾ വലിയ ഒരു കൊയ്ത്തിന്റെ അനുഭവം ഈ കാലത്തിലും ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അങ്ങനെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നത് പോലെ നമുക്കും ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ശക്തി പ്രാപിച്ച് നമുക്ക് ദൈവത്തിന്റെ വേലയിൽ ശക്തിപ്പെടാം. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷീകരണം നടത്താം. അതിനെ ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പ്രഭാതം കൂടി കാണുവാനാണ് നിങ്ങളെ സഹായിച്ചല്ലോ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ ക്രിസ്തുവിനെ സാക്ഷീകരിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. ഒരുമിച്ച് വേല ചെയ്യുവാൻ ഇന്നും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ലഭ്യമാണെന്നും അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ളത് ബോധ്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സകല നമ്മളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.